പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി അത്യാവശ്യത്തിനൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. അതിന് ശേഷം കുറച്ച് കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയും കൂടി ചേർക്കാം. എല്ലാം കൂടി പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര ഗ്രേവിയാണ് വേണ്ടത് അത്രയും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് കൂടി ചേർത്ത് മൂടി വെച്ച് അടച്ച് തിളപ്പിക്കാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വെള്ളവുമായിട്ട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ മൂടി തുറക്കാം. എന്നിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. പകുതി മുറിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മുഴുവനോടെ ആയാലും ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് അഥവാ മുട്ടക്കറി തയ്യാറായി.